Hi everyone and welcome to my 5 a.m. morning routine. So ഇത് രാവിലെ ഏർലി മോർണിംഗ് ഒരു 5 മണിയാണ്. രാവിലെ ബേസിക്കലി ഞാനൊരു 5 മണിക്കൊക്കെ എണീക്കും ബിക്കോസ് മോൾക്ക് സ്കൂളിൽ പോകണം, അവൾക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. സോ അങ്ങനെ എണീക്കും. അപ്പോൾ തലേ ദിവസം ഇന്നലെ ഇഡ്ഡലി മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ വന്നപ്പോൾ അതെല്ലാം സെറ്റായി. അപ്പോൾ ഇന്നത്തെ പ്ലാൻ ആദ്യം ഒന്നുകിൽ ഇഡ്ഡലിയോ ദോശയോ ആയിരുന്നു പ്ലാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഡ്ഡലി ഉണ്ടാക്കാം. പിന്നെ കാടമുട്ട മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഡ്ഡലിയും ഒരു കാടമുട്ട നമ്മളിങ്ങനെ റോസ്റ്റ് പോലെ ആക്കത്തില്ലേ, അങ്ങനെയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഗ്യാസിലും ഇപ്പോൾ ഒരു ഗ്യാസിൽ ഇഡ്ഡലി, അടുത്ത ഗ്യാസിൽ ചിലപ്പോൾ രാവിലത്തേക്ക് ചായ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ എല്ലാ അമ്മമാർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ ഉള്ളി അരിഞ്ഞത് എഗ് റോസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ എന്തായാലും വെച്ചിട്ടുണ്ട്, 2 ഏലക്ക ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലിടാമെന്ന്. ഞാൻ ആക്ച്വലി ഒരു ചായയുടെ വലിയ ഫാനാണ്. അപ്പോൾ ചായ ബേസിക്കലി എനിക്ക് ഡെയിലി ഒരു നിർബന്ധമാണ്. അപ്പോഴത്തേക്ക് ചായയായി, ഇഡ്ഡലി ഓൾമോസ്റ്റ് സെറ്റായി. അപ്പോഴത്തേക്ക് ഞാൻ ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടാക്കില്ലേ, ആ ഇഡ്ഡലി ഉണ്ടാക്കുന്ന നമ്മളെ ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിൽ തന്നെ കാടമുട്ട പുഴുങ്ങാനിടും. ഇപ്പം നമ്മുടെ കോഴിമുട്ട ആണെങ്കിൽ പറ്റില്ല, അത് വലുതായതുകൊണ്ട് കാടമുട്ട ഞാൻ അങ്ങനെ പുഴുങ്ങാനിടും. അപ്പോൾ നമുക്ക് ടൈമും ലാഭിക്കാം, ഇത് ഇഡ്ഡലി ആവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അപ്പോഴത്തേക്ക് ചായയൊക്കെ ആയി. ഞങ്ങൾക്ക് 3 പേർക്കും, മോൾക്ക് എപ്പോഴും അങ്ങനെ ചായ കൊടുക്കാറില്ല, കുഞ്ഞല്ലേ. സോ എന്നാൽ പോലും അവൾക്ക് ചില ദിവസം ചായ വേണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ചായയൊക്കെ എടുത്തു. അപ്പം നെക്സ്റ്റ് നമുക്ക് കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഞാൻ ആക്ച്വലി അതിൻ്റെ ഒരു ചെറിയ രീതിയിലൊരു റെസിപ്പി കാണിക്കാം. കോക്കനട്ട് ഓയിൽ, കടുക്, കരിവേപ്പില, ഒരു സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് കഴിഞ്ഞ് തക്കാളി ഇടുക. തക്കാളി ഇട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തും ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ, മൂക്ക് കൊടുക്കേണ്ടതുണ്ട്. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മെയിൻ തിങ് ഇങ്ങനത്തെ കറിക്കെല്ലാം വേണ്ടതാണ് ഗരം മസാല. അപ്പോൾ ഗരം മസാല ആഡ് ചെയ്തു. നല്ലപോലെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. അപ്പോഴാണ് ഞാൻ ഓർത്ത പച്ചമുളക് ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ 2 പച്ചമുളക് ആഡ് ചെയ്തു. അത് വലിയ എരിവുള്ള മുളകല്ല. എന്നിട്ട് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുമ്പോഴത്തേക്ക്, ഇപ്പം ഞാൻ പറഞ്ഞില്ല ഓൾറെഡി കാടമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടെന്ന്. ആക്ച്വലി അത് എല്ലാ അമ്മമാരും, ആക്ച്വലി എൻ്റെ അമ്മ എന്നോട് ഇത് പറഞ്ഞു തന്നെ. അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ കാടമുട്ടയൊക്കെ പൊളിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് മതി. അപ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ വറ്റുമ്പോഴത്തേക്ക് കുറച്ച് ചൂടുവെള്ളം, ഞാനിത് ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാലെടുത്ത് കുറച്ച് ചൂടുവെള്ളത്തിൽ മിൽക്ക് പൗഡർ ഒഴിച്ച്, കോക്കനട്ട് മിൽക്ക് പൗഡർ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാടമുട്ട റോസ്റ്റ് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് മോക്ക് കൊണ്ടുപോകാനുള്ള കുടിക്കാനുള്ള ചൂടുവെള്ളമായി. ഇഡ്ഡലിയൊക്കെ സെറ്റാക്കി കാസറോളി വെച്ചു. മോക്ക് ആക്ച്വലി കുഞ്ഞു ഇഡ്ഡലി ഇഷ്ടം, അവൾക്ക് അതും കൊടുത്തു. എഗ് റോസ്റ്റും സെറ്റാക്കി. അവളുടെ ടിഫിൻ അങ്ങനെ രാവിലത്തേക്ക് സെറ്റാക്കും. ബേസിക്കലി ഒന്നെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ, മിക്കവാറും ദിവസം ചോറാണ് കൊണ്ടുവന്നേ. പിന്നെ അവൾക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സ് ഓറഞ്ചും കുറച്ച് ബിസ്ക്കറ്റും കൊടുത്തു. എടുത്തെല്ലാം വെച്ചു, വെള്ളവും വെച്ചു. പിന്നെ നെക്സ്റ്റ് ജോലി അവിടെ ടിഫിൻ ബോക്സ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ഇത് ഈ എല്ലാ അമ്മമാരെ സംബന്ധിച്ച് രാവിലത്തെ ടിഫിൻ സെറ്റാക്കി അവരുടെ ബാഗിൽ കയറ്റുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പകുതി ജോലി അന്നത്തെ കഴിയും. അങ്ങനെ രാവിലെ 6:30 ആയി. അപ്പോൾ രാവിലെ ഒരാൾ പുതിയ ഡയറി കിട്ടിയത് കൊണ്ടുവന്നു. എൻ്റെ രാവിലത്തെ കോലമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് പേരെഴുതി കൊടുക്കാൻ. അങ്ങനെ ഞാൻ പേരൊക്കെ എഴുതി കൊടുത്തു. പേരൊക്കെ എഴുതി കൊടുത്തപ്പോഴത്തേക്ക് കുഞ്ഞെണീറ്റ് വന്നു. ഇത് ചെയ്തു, ഇതും ചെയ്തു, ഇത് ചെയ്യാൻ ഞാൻ വേറെ കളിച്ചു. ഇത് ചെയ്തു, അതും ചെയ്തു. ഓക്കെ, അല്ല ഇനിയുണ്ട്. ഇതും ചെയ്തു, ഇതും ചെയ്തു, ഇതും ചെയ്തു, മതി, ഇതും ചെയ്തു. ഓക്കെ. ഉറോമി
അപ്പോൾ അവളുടെ കാര്യമൊക്കെ സെറ്റാക്കാനായിട്ട് ID കാർഡ് എടുത്തു, അവൾക്ക് ഇടാനുള്ള ഡ്രസ്സെല്ലാം എടുത്തു. അപ്പോൾ അന്ന് വെനസ്ഡേ ആയതുകൊണ്ട് തന്നെ ഈ യൂണിഫോമാണ്, വെനസ്ഡേ യൂണിഫോമാണ്. അപ്പോൾ അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. അങ്ങനെ രാവിലെ അവൾക്ക് പോകാനുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ സോക്സ് ഇടാൻ എത്തിയ ടൈമിൽ എന്നോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ വീഡിയോ എടുക്കുന്നത്? അപ്പോൾ അവൾക്കിങ്ങനെ എക്സൈറ്റ്മെൻറ്റ് വരും, എന്താ എടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മോള് രാവിലെ സ്കൂളിൽ പോകാനൊക്കെ റെഡിയായി. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നുള്ളത്. ബൈ ബൈ. അപ്പോൾ അങ്ങനെ മോളുടെ ബസ് വന്നു. മോൾ അങ്ങനെ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് ഒരു ഫ്രീ ആയി. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലെ ചെറിയൊരു ഫിഷ് പോണ്ടാണ്, ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ടിഫിൻ ബോക്സ് ഞാൻ എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ പൊതുവെ കാടമുട്ട കഴിക്കത്തില്ല. അത് കഴിഞ്ഞ് ഹസ്ബൻഡും ജോലിക്ക് പോയി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബേസിക്കലി ഒരു മോർണിംഗ് റുട്ടീൻ. ഒരു 5 AM തൊട്ട് ഈ ഒരു ടൈം വരെ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ ഇതാണ്. ഹസ്ബൻഡ് പോയി കഴിഞ്ഞ് എൻ്റെ ജോലിയിലേക്ക് ഞാൻ കയറും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. See you soon and thank you for watching.